വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആദ്യകാലത്തെ എഴുത്തിൽ തന്നെ നോക്കുക, കാരൂർ, തകഴി, പൊറ്റക്കാട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ഇവരൊക്കെ എഴുതിയിട്ടുള്ള എത്ര കഥകളിൽ വിഷയം വിശപ്പാണ്, അടുത്ത നേരത്തെ ആഹാരമാണ്. തൻ്റെ ക്ലാസ്സിലെ കുട്ടി പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള പൊതിച്ചോറ് അവനറിയാതെ വിശന്നിപ്പ് സഹിക്കുകയ്യാതെ അധ്യാപകനെടുത്ത് കഴിക്കുന്നു. കാരൂരിൻ്റെ പൊതിച്ചോറിൽ ഇത്രയും വർഷങ്ങളുടെ ഒരു കേരളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പട്ടിണിയില്ലാത്തൊരു പ്രദേശമാണ് കേരളം. ഒരു സംസ്ഥാനം, ചെറിയ സംസ്ഥാനം, പക്ഷെ പട്ടിണിയില്ല. ആദ്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ഈ ദൂരെ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നു, നായാടികളൊക്കെ വിളിച്ചു പറയുന്നു, ഓരോ വീടുകളിലും പേര് പറഞ്ഞിട്ട് ആ വീട്ടിലൊരാഘോഷം ഉണ്ടെന്ന് അവർക്കറിയാം. അവിടുന്ന് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് അവർക്ക് കൊടുത്തയക്കും. ഇന്നതില്ല. ഇന്നിപ്പോൾ പണ്ടൊരു വലിയ സദ്യ കഴിഞ്ഞാൽ അകത്തുള്ള ആളുകളിലൊക്കെ കഴിഞ്ഞാൽ സർവാണി എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുത്തയക്കി. ഇന്നത് വാങ്ങാൻ ആളില്ല. അതൊരു ദുഃഖമായിട്ട് പറയല്ല, അത് വാങ്ങാൻ ആളില്ല. അങ്ങനത്തെ ഒരവസ്ഥയില്ല. വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമ്മൾക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട്. പരിപൂർണമായി മോചിപ്പിച്ചു എന്ന് പറയാമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ചിലർ പറയുന്നു നമ്മുടെ ആദിവാസി കോളനികളിലൊക്കെ എപ്പോഴും കഷ്ടങ്ങളുണ്ട്. സാമാന്യമായിട്ട് നോക്കുമ്പോൾ വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. നമ്മുടെ ആദ്യകാലത്തെ എഴുത്തിൽ തന്നെ നോക്കുക, കാരൂർ, തകഴി, പൊറ്റക്കാട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ഇവരൊക്കെ എഴുതിയിട്ടുള്ള എത്ര കഥകളിൽ വിഷയം വിശപ്പാണ്, അടുത്ത നേരത്തെ ആഹാരമാണ്. തൻ്റെ ക്ലാസ്സിലെ കുട്ടി പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള പൊതിച്ചോറ് അവനറിയാതെ വിശന്നിപ്പ് സഹിക്കുകയ്യാതെ അധ്യാപകനെടുത്ത് കഴിക്കുന്നു. കാരൂരിൻ്റെ പൊതിച്ചോറിൽ കഥാബീജം അതാണ്. വിശന്നിട്ട് ഇരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെതാണ്. ഇങ്ങനെ എല്ലാവരുടെയും കഥകളിൽ ഒക്കെ വിശപ്പ് ഒരു കാര്യമായ തീക്ഷണമായ ഒരു വികാരമായിട്ട് വരുന്നുണ്ട്. ആ അവസ്ഥ കുറേ മാറിയിരിക്കുന്നു.